ബിഗ് ബോസ് മലയാളം സീസൺ 6-ൽ വൈൽഡ് കാർഡായി കയറി പ്രേക്ഷകർക്കിടയിലേക്ക്, പ്രേക്ഷക മനസ്സിലേക്ക് വലിയൊരു സ്ഥാനം നേടിയെടുത്ത ഒരു കണ്ടസ്റ്റൻ്റാണ് സിബിൻ. സിബിൻ ഒരുപക്ഷെ ഉറങ്ങിക്കിടന്ന മത്സരാർത്ഥികളെ, അതുവരെ ബിഗ് ബോസിൽ ഉണ്ടായിരുന്ന ഉറക്കം നടിച്ച കണ്ടസ്റ്റൻസിനെ ഉറക്കത്തിൽ നിന്നും വിളിച്ചെഴുന്നേൽപ്പിച്ച് അവരെ ഗെയിമിലോട്ട് കൊണ്ടുവരാൻ സിബിന് നല്ലൊരു ശതമാനം കഴിഞ്ഞു എന്നുള്ളത് ഒരു വാസ്തവം തന്നെയാണ്. പ്രേക്ഷകർ അത് പല സമയത്തും പ്രേക്ഷകരുടെ അഭിപ്രായങ്ങൾ രേഖപ്പെടുത്തിയിട്ടും ഉള്ളതായിരുന്നു. എന്നാലിപ്പോൾ ഇന്ന് ലൈവിൽ നിങ്ങളെല്ലാവരും കണ്ടതായിരിക്കും, ഒരുപക്ഷെ ജാസ്മിന് നേരെ സിബിൻ ഒരു അശ്ലീല ആംഗ്യം കാണിച്ചിരുന്നു. അതായത് ഒരു ലൈംഗിക ചൊവ്വയോടുള്ള മിഡിൽ ഫിംഗർ ആക്ഷൻ കാണിച്ചിരുന്നു. അതിനെ ചൊല്ലി ഇപ്പോൾ ബിഗ് ബോസ് നേരിട്ട് താക്കീത് കൊടുത്തിരിക്കുകയാണ് സിബിന് നേരെ. അതായത് ബിഗ് ബോസ് പറയുകയാണ്, നിങ്ങൾക്ക് പെട്ടെന്നുണ്ടാകുന്ന വികാര വിക്ഷോഭത്തിൽ നിങ്ങളുടെ വ്യക്തിത്വം നഷ്ടപ്പെടുത്തരുത്. നിങ്ങൾ ജീവിതത്തിൽ വളരെയധികം ആഗ്രഹിച്ച് കിട്ടിയ ഒരു പ്ലാറ്റ്ഫോം ആണിത്. എപ്പോഴും പറയുന്നത് പോലെ സഭ്യമല്ലാത്ത വാക്കുകൾ, ചേഷ്ടകൾ അതിവിടെ വെച്ചു പൊറുപ്പിക്കാൻ കഴിയില്ല. കുടുംബ പ്രേക്ഷകർ കാണുന്ന ഷോ ആണിത്. അതുകൊണ്ട് തന്നെ അതിൻ്റെ നിലവാരം കാത്തു സൂക്ഷിക്കേണ്ടതുണ്ട്. ഇത് ഒരു താക്കീതാണ്. അതുകൊണ്ട് തന്നെ ഇത് ഇനിയും ആവർത്തിക്കുകയാണെങ്കിൽ കർശന നടപടികൾ നേരിടേണ്ടി വരും. മാത്രവുമല്ല, വീക്കെൻഡ് എപ്പിസോഡിൽ ശ്രീ മോഹൻലാൽ ഇതിനെക്കുറിച്ച് നിങ്ങളോട് സംസാരിക്കും. ഇതാണ് ബിഗ് ബോസിൻ്റെ ഭാഗത്തു നിന്നും ബിഗ് ബോസ് കൊടുത്തിരിക്കുന്ന താക്കീത് എന്ന് പറയുന്നത്. അതിനു മുൻപ് തന്നെ പ്രേക്ഷകർ സിബിനെ അനുകൂലിച്ചുകൊണ്ടും, വളരെ ചെറിയൊരു ശതമാനം പ്രേക്ഷകർ മാത്രമാണ് സിബിനെ അനുകൂലിച്ചുകൊണ്ട് ജാസ്മിൻ അത്തരത്തിൽ അവിടെ സംസാരിച്ചത് കൊണ്ടല്ലേ സിബിൻ ഇങ്ങനെ ചെയ്തത് എന്നുള്ളത് പറയുന്നുണ്ട്. പക്ഷേ വലിയൊരു വിഭാഗം പ്രേക്ഷകരും സിബിന് എതിര് തന്നെയാണ്. ഈ പറയുന്ന ഞാൻ പോലും സിബിന് എഗെയിൻസ്റ്റ് ആയിട്ട് തന്നെയാണ് നിൽക്കുന്നത്. 1% പോലും സിബിൻ്റെ കൂടെ നിൽക്കാൻ, അല്ലെങ്കിൽ സിബിനെ അനുകൂലിക്കാൻ നമുക്ക് സാധിക്കുകയില്ല. കാരണം അദ്ദേഹത്തെ അനുകൂലിച്ചുകൊണ്ട് പല സമയത്തും നമ്മൾ രംഗത്ത് വന്നിട്ടുണ്ട്. എന്നാൽ അദ്ദേഹത്തിൻ്റെ ഭാഗത്തു നിന്നും വലിയൊരു വീഴ്ച തന്നെയാണ് ഈ ഒരു സംഭവത്തിൽ വന്നിരിക്കുന്നത്. ഇതിനെ തുടർന്ന് ലാലേട്ടൻ വീക്കെൻഡ് എപ്പിസോഡിൽ വരുന്ന സമയത്ത് ഇതിനെക്കുറിച്ച് ചോദിക്കണം എന്നാവശ്യപ്പെട്ടിരുന്ന ഒരു വ്യക്തി കൂടിയാണ് ഞാൻ. പക്ഷെ ഏതൊരു നാണയത്തിനും രണ്ടറ്റമുണ്ട് എന്ന് പറയുന്നത് പോലെ, ഏത് കയറിനും രണ്ടറ്റമുണ്ട് എന്ന് പറയുന്നത് പോലെ, ഈ പറഞ്ഞ സിബിന് നേരെ ഉന്നയിച്ച ആ ഒരു ആരോപണം, അതായത് ആരോപിക്കപ്പെടുന്ന വ്യക്തി നമ്മുടെ ജാസ്മിൻ ബിഗ് ബോസ് വീട്ടിൽ ഇതിനേക്കാളും വലിയ രീതിയിലുള്ള എത്ര പീക്ക് ലെവലിലുള്ള തെറ്റുകുറ്റങ്ങൾ ചെയ്തിട്ടുണ്ട് എന്നുള്ളത് ഓരോ പ്രേക്ഷകർക്കും അറിയും. അതുകൊണ്ട് തന്നെ വീക്കെൻഡ് എപ്പിസോഡിൽ ലാലേട്ടൻ വരുന്ന സമയത്ത് സിബിനെ പെട്ടെന്ന് അങ്ങോട്ട് പിടിച്ച് പുറത്താക്കുകയൊന്നും ഇല്ല. ഇതിപ്പോൾ ബിഗ് ബോസ് പറഞ്ഞത് കേട്ടിട്ട് നമ്മുടെ ജാസ്മിനും ഗബ്രിയൊക്കെ വളരെയധികം സന്തോഷിച്ചുകൊണ്ട് അവിടെ നിൽക്കുന്നുണ്ട്. അത് മാത്രമല്ല, സിബിന് എതിരായി നിൽക്കുന്ന മറ്റ് ചില കണ്ടസ്റ്റൻസിനും അവർക്കും വളരെയധികം സന്തോഷം തന്നെയാണ്. പക്ഷേ ഒരുപക്ഷെ ലാലേട്ടൻ വന്ന് ഒരു യെല്ലോ കാർഡ് കൊടുക്കുമായിരിക്കും, അതുപോലെ തന്നെ താക്കീതും കൊടുക്കുമായിരിക്കും, ഇനി ഇത് ആവർത്തിക്കരുത് എന്നുള്ളത്. പക്ഷേ ഏതൊരു വ്യക്തിക്കും ഒരു തെറ്റ് പറ്റും. ആ ഒരു തെറ്റ് മാത്രമാണ് സിബിന്റെ ഭാഗത്തു നിന്നും ഇപ്പോൾ സംഭവിച്ചിരിക്കുന്നത്. ഒരിക്കലും നമ്മൾ അതിനെ ന്യായീകരിക്കുന്നില്ല. തെറ്റ് തന്നെയാണ് എന്നുള്ളതാണ് ഇപ്പോഴും പറയുന്നത്. പക്ഷേ മറുവശം നമ്മൾ ചിന്തിക്കുന്ന സമയത്ത് ജാസ്മിന്റെ ഭാഗത്തു നിന്നും ഒരുപാട് ഇതിനേക്കാൾ വലിയ തെറ്റുകുറ്റങ്ങൾ മുൻപ് ഒരുപാട് തവണ സംഭവിച്ചിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ എനിക്ക് തോന്നുന്നില്ല ഒരിക്കലും ലാലേട്ടൻ സിബിനെ ഈ ഒരു പ്രശ്നത്തിന്റെ പേരിൽ ബിഗ് ബോസ് വീട്ടിൽ നിന്നും പുറത്താക്കും എന്ന് എനിക്ക് തോന്നുന്നില്ല. പക്ഷെ ഇത് ചോദ്യം ചെയ്യപ്പെടുക തന്നെ വേണം, ചോദ്യം ചെയ്യേണ്ടത് തന്നെയാണ്. പ്രേക്ഷകർ, അല്ലെങ്കിൽ ഒരു സാധാരണ പ്രേക്ഷക എന്ന നിലയിൽ എൻ്റെ അഭിപ്രായവും അത് തന്നെയാണ്. തീർച്ചയായും ഇത് ചോദ്യം ചെയ്യപ്പെടേണ്ട ഒരു കാര്യം തന്നെയാണ്. അങ്ങനെ ചോദ്യം ചെയ്യപ്പെട്ടാൽ മാത്രമേ സിബിന് ഇനി ഇതുപോലുള്ള കാര്യങ്ങൾ, സിബിന് മാത്രമല്ല മറ്റേതൊരു കണ്ടസ്റ്റന്റിനും ഇത്തരത്തിൽ ഒരു കാര്യം വീണ്ടും ആവർത്തിക്കാതിരിക്കാനുള്ള ആ ഒരു മനസ്സ് വരികയുള്ളൂ. അല്ലെങ്കിൽ ഇതുപോലെ വല്ല താക്കീതും കൊടുത്ത് വിടുകയാണെങ്കിൽ വീണ്ടും അത് അവർ ആവർത്തിക്കുക തന്നെ ചെയ്യും. എന്തായാലും ഈ ഒരു വിഷയത്തിൽ 100% ഞാൻ സിബിന് എതിര് തന്നെയാണ് പറയുന്നത്. എന്തായാലും ബിഗ് ബോസിന്റെ വക സിബിന് താക്കീത് കിട്ടിയിട്ടുണ്ട്. ഇനിയും ഇതുപോലെ എന്തെങ്കിലുമൊക്കെ ചെയ്യുകയാണെങ്കിൽ അടുത്ത താക്കീത് ഒന്നും കിട്ടില്ല, നേരിട്ട് ബിഗ് ബോസ് തന്നെ പിടിച്ച് പുറത്താക്കും.